ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 97-98 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാല, ഈ പദം പലതവണ ആവർത്തിച്ചു വന്നതാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഖാഫ്. ഷിദ്ദത്തുള്ള അക്ഷരമാണ്. അതുപോലെ ഖുവ്വത്തിൻ്റെ പല സിഫത്തുകളും അതിലുണ്ട്. തഫ്ഖീമോടുകൂടി സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിൽക്കണം. ഖാല എന്ന് പറയുക. ശേഷം വന്ന ലാമാകണമെങ്കിൽ നേർവിപരീതമായ ഇസ്തിഫാലിൻ്റെ തർത്തീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഖാല ഫദ്ഹബ്, ദാല് ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. റഖാവത്തോടെ ദാലിനെ ഉച്ചരിക്കുക. അത് സാ പോലെ ആയി പോകരുത്. ഫദ് എന്ന് ശബ്ദം ഒഴുകിക്കൊണ്ട് അല്ലെങ്കിൽ അയവോടുകൂടി ഉച്ചരിക്കുന്നു എന്നതാണ് റഖാവ ഉള്ള അക്ഷരങ്ങൾക്കുള്ള പ്രത്യേകത. ഫദ്ഹബ്, ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഫഇന്ന ലക, നൂൻ മുശദ്ദദയെ മണിക്കണം. ഷദ്ദുള്ള നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകി ഉച്ചരിക്കുക. ഫിൽ ഹയാതി അൻ തഖൂൽ, സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൻ തഖൂൽ, ഖാഫിന് നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക. ഖാഫിൻ്റെ ദമ്മാണ് അതിനുള്ളത് എന്നതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ലെവലിലുള്ള അഥവാ മൂന്നാമത്തെ അവസ്ഥ, ഏറ്റവും തഫ്ഖീം കൂടിയ അവസ്ഥയാണ് ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോൾ. പിന്നീടുള്ളത് ഫത്ഹ മാത്രം ഉള്ള അക്ഷരം. മൂന്നാമത്തെ അവസ്ഥ ദമ്മ് നൽകുമ്പോൾ അതാകുന്നു ഇവിടെ. അൻ തഖൂല ലാ മിസാസ് വഇന്ന ലക, വീണ്ടും നൂൻ മുശദ്ദദ ആവർത്തിക്കുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൗഇദൻ ലൻ തുഖ്ലഫ, മൗഇദൻ, തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. മൗഇദൻ ലൻ തുഖ്ലഫ, സക്കിനത്തായ നൂനും ശേഷം താവും ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. ലൻ തുഖ്ലഫ, ഖാഇന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, തടിപ്പിച്ചുച്ചരിക്കുക. നിസ്ബിയായ തഫ്ഖീം അഥവാ ദമ്മിന് തൊട്ട് താഴെയുള്ള അവസ്ഥയാണ് ഖാഇൻ്റെ തഫ്ഖീമിൻ്റെ മർത്തബകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. തുഖ്ലഫ വൻദുർ, സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. ശേഷം ള ആണ് എന്നതുകൊണ്ട് ള ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ശേഷം വന്ന റാ, അതിനും തഫ്ഖീമുണ്ട്. വൻദുർ ഇലാ ഇലാഹിക്, ഇലാ എന്നതിലെ അലിഫ് മഖ്സൂറിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഇലാ ഇലാഹിക്, ഇലാഹികല്ലദീ ളൽത, ളൽത, ളാഇന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. അല്ലദീ എന്ന ദാൽ, അതുപോലെ ശേഷം ള, രണ്ടും ഒരേ മഖ്റജാണ്. വ്യത്യാസം തഫ്ഖീമിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ഇസ്തിഫാലാണ് ദാല്, മറ്റേ ള ആണെങ്കിൽ ഇസ്തിഅലാഉമാണ്. ഈ വ്യത്യാസങ്ങൾ സിഫാത്തിലുണ്ട്. മഖ്റജ് ഒന്നാണെങ്കിലും ഉച്ചാരണം വ്യത്യാസമുണ്ട്. അല്ലദീ ളൽത, ളൽത അലൈഹി ആകിഫ, ഐൻ ആവർത്തിക്കുന്നു. തൊണ്ടയുടെ മധ്യമാണ് ഐൻ എന്നത് പ്രത്യേകം ഓർക്കുക. ലനുഹർരിഖന്ന, ഇതിൽ ഖാഫിനെ തഫ്ഖീം കൊടുക്കുക. ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ലനുഹർരിഖന്ന, ഹ നേരത്തെ ഐന് പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. ലനുഹർരിഖന്നഹു സുമ്മ എന്ന് പറയുമ്പോൾ മീം മുശദ്ദദ വരുന്നു, അതിനും മണിക്കണം. നൂൻ മുശദ്ദദ നേരത്തെ ആവർത്തിച്ചു വന്നു. വീണ്ടും ലനൻസുറന്നഹു
ഇതിൽ ആദ്യം സാക്കിനത്തായ നൂനുണ്ട്, അതിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. ശേഷം ഷദ്ദുള്ള നൂൻ വന്നിരിക്കുന്നു, നൂൻ മുഷദ്ദദ, അതിനെയും മണിക്കുക. ലനൻസിഫന്ന, സാക്കിനത്തായ നൂനിനെ അവ്യക്തമാക്കിയാണ് മണിക്കേണ്ടത്. ലനൻസിഫന്ന ഫിൽ യമ്മി, മീം മുഷദ്ദദ വീണ്ടും ആവർത്തിക്കുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നസ്ഫ, ഇതുവരെയുള്ള ആകെ അക്ഷരങ്ങൾ പരിഗണിച്ചാൽ ഖാഫ്, ഖാ, ളാ, റാ, വീണ്ടും വാ, ഖാഫ് തുടങ്ങിയ എണ്ണപ്പെട്ട അക്ഷരങ്ങൾക്ക് മാത്രമാണ് തഫ്ഖീം വരുന്നതായിട്ടുള്ളത്. അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാകയാൽ തർക്കീഖ് നൽകി നേർപ്പിച്ചുച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നമാ ഇലാഹുക്കും, നൂൻ മുഷദ്ദദയെ മണിക്കുക. ഈ പദത്തിലെ അലിഫിനെ മദ്ദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇലാഹുക്കുമുല്ലാഹു, അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിൻ്റെ തൊട്ടു മുമ്പിൽ ഉച്ചരിക്കപ്പെടുന്നത് ളമ്മ ആയതുകൊണ്ട് അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം എന്നതാണ്. ഇപ്രകാരം ലാമിന് മുമ്പിൽ ളമ്മോ അല്ലെങ്കിൽ ഫത്ഹോ വരുമ്പോഴൊക്കെയും ലാമിന് തഫ്ഖീം കൊടുക്കുക, അള്ളാഹ് എന്ന ശബ്ദം നൽകുക. ലാമിൻ്റെ മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹ് എന്നതിലേക്ക് തഫ്ഖീം എന്ന സിഫത്ത് തടിപ്പിക്കുക, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക എന്ന ആ ഒരു സിഫത്ത് കൂട്ടിക്കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാഹ്, മഖ്റജിൽ മാറ്റം വരാൻ പാടില്ല. ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ആ അക്ഷരത്തെ ഉച്ചരിക്കുക. ഇലാഹുകുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഈ പദങ്ങളിൽ വന്ന മറ്റ് ലാമുകളൊക്കെയും തർക്കീഖിൻ്റേതാണ്. എന്നാൽ തഫ്ഖീമിൻ്റെ ലാമും തർക്കീഖിൻ്റെ ലാമും തമ്മിൽ മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇല്ലാ ഹുവ എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ വാവിന് സുക്കൂൻ നൽകി ദീർഘാക്ഷരമാക്കി ഹു എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ചുകൊണ്ട് നിർത്തുക. വസിഅ കുല്ല ഷൈഇൻ ഇൽമാ. വസിഅ, ഐനിൻ്റെ ഉച്ചാരണം നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് വസിയ എന്ന് തെറ്റായി പലരും പറഞ്ഞു പോകും, അത് സൂക്ഷിക്കേണ്ടതാണ്. വസിഅ കുല്ല ഷൈഇൻ ഇൽമാ. ഷൈഇൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ശേഷം ഹൽക്കിൻ്റെ ഹർഫായ ഹംസയാണ് വന്നത്. വസിഅ കുല്ല ഷൈഇൻ ഇൽമാ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما